അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ശബ്ദം കേൾക്കുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളം മൊത്തം വേനൽ ചൂടിൽ പൊരിയുകയാണ്. 45-ഉം 40-ൽ മീതെ പല ഭാഗത്തും ചൂട് സെൽഷ്യസ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഭാഗത്തും ചൂടുകൊണ്ട് വിഷമിക്കുന്നവരും കടുത്ത ജലക്ഷാമം നേരിടുക എന്നത് നമ്മുടെ നേതാക്കൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ ബഹുമാന്യനായ ഹൈദരലി ശിഹാബ് തങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്താനും മഴയെ തേടുന്ന നിസ്കാരം നടത്താനും വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ജലക്ഷാമം നേരിടുക എന്നത് ഒരു സാമൂഹിക പ്രശ്നമാണ്. മനുഷ്യരെയും ഇതര ജീവജാലങ്ങളെയും ഒന്നാകെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം തന്നെയാണ് ജലക്ഷാമം എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം ഇത്തരം ജലക്ഷാമം നേരിടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വഴികൾ നമ്മെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയെ തേടുന്ന നിസ്കാരവും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വളരെ വ്യക്തമായ രൂപത്തിൽ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഴയെ തേടുക എന്നത് 3 രൂപത്തിലാണ് വരുന്നത്. ചുരുങ്ങിയ രൂപം, ഏറ്റവും ചെറിയതായ രൂപം ദുആ ചെയ്യ, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യ. അല്ലാഹുമ്മ സ്കിന ഗൈസൻ മുഗീസൻ ഹനീഅൻ, അല്ലാഹുമ്മ സ്കിനൽ ഗൈസ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ, അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക ഇന്നക കുൻത ഗഫാറ ഫഅർസിലിസ് സമാഅ അലൈനാ മിദ്റാറ തുടങ്ങിയ മഴയെ തേടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഒറ്റക്കോ കൂട്ടമായിട്ടോ ദുആ ചെയ്യലാണ്. രണ്ടാമത്തെ ഇനം, ഇത് 1ാമത്തെ സ്റ്റെപ്പാണ്. 2ാമത്തെ സ്റ്റെപ്പ് നിസ്കാരത്തിന്റെ ശേഷം ദുആ നടത്തുക, അതുപോലെ ജുമുഅയുടെ ഖുതുബയിൽ ദുആ നടത്തുക. ഇതാണ് 2ാമത്തെ സ്റ്റെപ്പ്. ഈ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് 3ാമത്തെ സ്റ്റെപ്പാണ് മഴയെ തേടുന്ന നിസ്കാരം. ഈ മഴയെ തേടുന്ന നിസ്കാരം എന്ന് പറയുമ്പോ അത് 2 ഖുതുബയും 2 റക്അത്തുള്ള നിസ്കാരവുമാണ്. ഇങ്ങനെ 3 രൂപത്തിലാണ് മഴയെ തേടാൻ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. ഈ മഴയെ തേടുന്ന നിസ്കാരത്തിലും ദുആയിലും പ്രധാനമായി നടത്തേണ്ടത് ഇസ്തിഗ്ഫാറാണ്. കാരണം തെറ്റുകൾ പെരുക്കുന്നത് കൊണ്ടാണ് അല്ലാഹു തആല മഴ തടയുന്നത് എന്ന് വ്യക്തമായി ഹദീസിലുണ്ട്. ജനങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാതെ വരിക, മോശമായ രൂപത്തിൽ ജനങ്ങൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ഈ രൂപത്തിൽ മഴ തടഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുക എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ മഴയെ തേടുന്ന ദുആകളിലും നിസ്കാരങ്ങളിലും കാര്യമായി നടത്തേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അത് അല്ലാഹുമ്മ ഇന്നാ നസ്തഗ്ഫിറുക, അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു, നീ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുന്നത്. അപ്പൊ മഴയെ തേടുന്ന നിസ്കാരത്തിൽ സ്വാലിഹീങ്ങളെ പ്രത്യേകമായി പങ്കെടുപ്പിക്കണം, അഹ്ലുബൈത്തിനെ പങ്കെടുപ്പിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടുത്ത വരൾച്ച വന്നപ്പോൾ മഴയെ തേടുന്ന നിസ്കാരത്തിന് മുമ്പിലായി മഹാനായ അഹ്ലുബൈത്തിൽപ്പെട്ട
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ വിവിധ ജീവജാലങ്ങൾ, മൃഗങ്ങൾ, വയസ്സന്മാര്, കുട്ടികൾ, വകതിരിവില്ലെങ്കിൽ പോലും ഭ്രാന്തന്മാരെ പോലും കൊണ്ടുവരണമെന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. കാരണം എന്താ? ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലൗലാ ശുയൂഖുൻ ലൗലാ ശബാബുൻ ഖുശ്ശഅ വബഹായിമു റുത്തഅ വശുയൂഖുൻ റുക്കഅ വഅത്ഫാലുൻ റുല്ലഅ ലസുബ്ബ അലൈക്കുമുൽ അദാബു സബ്ബാ. അല്ലാഹുവിനെ പേടിക്കുന്ന ചെറുപ്പക്കാര്, ഭൂമിയിലൂടെ കാടുകളിലൂടെ നടക്കുന്ന മൃഗങ്ങൾ, വളഞ്ഞു നടക്കുന്ന പ്രായമുള്ളവര്, മുല കുടിക്കുന്ന കുട്ടികള്, ഇവരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല അദാബ് കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രത്യേകമായി വരും. അല്ലാഹു തആല ഇവരെ പരിഗണിച്ച് മഴ പെയ്യിപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അവരെയും കൂടി മഴയെ തേടുന്ന നിസ്കാരത്തിന് കൊണ്ടുവരൽ പ്രത്യേകം ശർഅ് പ്രേരിപ്പിക്കുന്ന സംഗതിയാണ്. അതേ സമയത്ത് വയുക്റഹു ഇഖ്റാജുൽ കുഫാർ, കാഫിരീങ്ങളെ കൊണ്ടുവരാൻ പറ്റൂല. കാരണം ലി അന്നഹും റുബ്ബമാ കാനു സബബൽ കഹ്ത്, അവരായിരിക്കും ചിലപ്പം വരൾച്ചയുടെ കാരണം. അള്ളാഹു ആണല്ലോ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്നത് ഈ ഭൂമിയിൽ. എന്നിട്ട് ഈ ഭൂമിയിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ ആരാധിക്കുമ്പോൾ അത് കാരണമായിരിക്കും അള്ളാഹു തആല മഴയെ തടഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കാഫിരീങ്ങളെ നമ്മളോട് കൂടെ മഴയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നുകൂടാ. അവരെ കൂട്ടമായിട്ടും കൊണ്ടുവരാൻ പറ്റൂല, ഒറ്റക്കായിട്ടും കൊണ്ടുവരാൻ പറ്റൂല. ഇനി അവര് വന്നാൽ നമ്മിൽ നിന്ന് മാറി നിൽക്കാൻ അവരോട് പറയണം. അതുപോലെ തന്നെ മറ്റൊരു ദിവസം അവര് ഒറ്റക്ക് ഞങ്ങൾ മറ്റൊരു ദിവസം വന്നോളാ എന്ന് പറഞ്ഞാലും അതിനും സമ്മതിക്കാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ അവരാ വന്ന ദിവസമെങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോ പിന്നെ ഞങ്ങളെ ദൈവത്തോട് പറഞ്ഞിട്ടാണ് മഴ പെയ്തത് എന്നാകുമല്ലോ വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരും എന്ത് ചെയ്യണ്ട, കൊണ്ടുവരണ്ട. ഫാസിക്കിനെ കൊണ്ടുവരാം. കാരണം ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് ഇതിന്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യ ഘടകമായതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടിയിട്ട് എല്ലാവരും അടുക്കാനുള്ള ഒരു അവസരമായതുകൊണ്ട് അവരെ എന്ത് ചെയ്യാ, കൊണ്ടുവരാം. ഇത് കാഫിരീങ്ങളെ വിഷയമാണ്, അത് വേറെ തന്നെയാണ് വിഷയം. ഏതായാലും ഇങ്ങനെ എല്ലാവരും വരണം. അതുപോലെ തന്നെ ഇമാം അവറുകൾ, ഭരണാധികാരി, നോമ്പ് അനുഷ്ഠിക്കാൻ പറയണം. അത് ഇസ്ലാമിക ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞാൽ ആ നോമ്പ് നിർബന്ധമായി പോകുമെന്നാണ്. 3 ദിവസം നോമ്പനുഷ്ഠിച്ച് 4ാമത്തെ ദിവസം മരുഭൂമിയിലാണ് ഈ നിസ്കാരം നടത്തേണ്ടത്. മരുഭൂമിയിൽ നടത്തണമെന്ന് പറയാൻ കാരണം കുട്ടികൾ ഉണ്ടാകും, മൃഗങ്ങൾ ഉണ്ടാകും. അപ്പൊ പള്ളി ഒരിക്കലും നടക്കൂല, മരുഭൂമിയിൽ വെച്ചിട്ടാണ് ഇത് നടത്തേണ്ടത്. അതുപോലെ മുന്തിയ ഡ്രസ് ഇടാതെ താഴ്ന്ന ഡ്രസ്സാണ് ഇടേണ്ടത്. കാരണം വിനയം പ്രകടിപ്പിച്ച് ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ പാവങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം, എന്ന് ഒരു പ്രതീകാത്മകമായി ഞങ്ങളൊരു പാവങ്ങളാണ് എന്ന് വരുത്തുന്ന രൂപത്തിൽ താഴ്ന്ന വസ്ത്രമിട്ടിട്ടാണ് ഈ മഴയെ തേടുന്ന നിസ്കാരത്തിന് വരേണ്ടത് എന്നും ശരീഅത്ത് പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുളിച്ച് നല്ല വൃത്തിയായതിന്റെ ശേഷം, കുളിക്കാന്ന് പറയുമ്പോ മഴയെ തേടുമ്പോ വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ കുളിക്കല് വരിക എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അത് ശ്രദ്ധിക്കണം. കേവലം വെള്ളമില്ലാത്തതിന് വേണ്ടി മാത്രമല്ലല്ലോ മഴയെ തേടേണ്ടി വരുന്നത്. മറിച്ച് വെള്ളം കുറവാണ്, അല്ലെങ്കിൽ ഉള്ള വെള്ളം ഉപ്പാണ്, അത്തരം ഘട്ടങ്ങളിലും മഴയെ തേടാമല്ലോ. അപ്പൊ അതും കൂടി പരിഗണിച്ചിട്ടാണ് വെള്ളവും മിസ്വാക്കൊക്കെ ചെയ്ത് മോശമായ വാസനകളെല്ലാം ഒഴിവാക്കിയിട്ട് വരണം. താഴ്ന്ന വസ്ത്രം ഇടണം എന്ന് പറയുന്നത് വൃത്തിയാവുക എന്നതിനോട് എതിരല്ല. അങ്ങനെയാണ് വരുന്നത്.
എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. പെരുന്നാളൊക്കെ നിസ്കരിക്കുന്നത് പോലെ 2 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമാണ് 2 ഖുതുബ ഓതേണ്ടത്. ഖുതുബ ശേഷം ഓതലാണ് അഫ്ളലായ രൂപം. അങ്ങനെ ഖുതുബയിലൊക്കെ പെരുന്നാൾക്ക് തക്ബീർ ചെല്ലുന്നതിന് പകരം ഇവിടെ പ്രത്യേകമായിട്ട് ഇസ്തിഗ്ഫാറാണ് ചെല്ലേണ്ടത്. കാരണം ഇസ്തിഗ്ഫാർ ചൊല്ലി ആ പാപങ്ങളെല്ലാം അള്ളാഹുവിനോട് പറയുമ്പോഴാണ് അള്ളാഹു തആലയുടെ ഭാഗത്ത് നിന്ന് മഴയുണ്ടാകുക. ദുആ ഉൽ കർബ് പ്രത്യേകം നടത്തണം. വിഷമഘട്ടങ്ങളിൽ വിഷമം ഒഴിവാവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ദുആ ഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഇത് ദുആ ഉൽ ഖിർബാണ്. മഴയെ തേടുക എന്നല്ല. എന്ത് ടെൻഷൻ വന്നാൽ ആ വിഷമം ഒഴിഞ്ഞു പോകാൻ വേണ്ടി നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ് ദുആ ഉൽ ഖിർബ്. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. എന്ത് വിഷമങ്ങൾ വന്നാലും ഈ ദുആ അധികരിപ്പിച്ചാൽ ആ വിഷമം നീങ്ങിക്കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അങ്ങനെയാണ് മഴയെ തേടുന്ന നിസ്കാരം നടത്തേണ്ടത്. നിസ്കാരത്തിനിടയിൽ ഖതീബ് ദുആയുടെ സമയത്ത് കിബിലയിലേക്ക് തിരിയണമെന്നാണ്. അങ്ങനെ കിബിലയിലേക്ക് തിരിയണം. അതുപോലെ തന്നെ തന്റെ തലപ്പാവ് ഒന്ന് മുൻഭാഗം ബാക്കിലേക്കും ബാക്ക് ഭാഗം മുമ്പിലേക്കുമാക്കിയിട്ട് ഒന്ന് തിരിക്കണം. ഈ അവസ്ഥ മാറ്റിത്തരണം എന്നതിലെ സൂചനയായിട്ട്, അതിന്റെ പ്രതീകാത്മകമായിട്ട് ഇസ്ലാമിലെ പല ഇബാദത്തുകളും പ്രതീകാത്മകമായിട്ട് കാര്യങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് വിലയിരുത്തുന്നതാണ് പല ഇബാദത്തുകളും. ഖബറിന്റെ മുകളിൽ വെള്ളമൊഴിക്കുമ്പോൾ നല്ല തണുപ്പുള്ള വെള്ളമൊഴിക്കണം. എന്തിനാണ്? അല്ലാഹുവേ, ഈ മയ്യത്തിന്റെ ഖബറ് നീ തണുപ്പിക്കണേ എന്നതിന്റെ മെസ്സേജായിട്ട് അത് തണുത്ത വെള്ളം ഒഴിക്കൽ സുന്നത്താണ്. അതുപോലെ ഖബറിന്റെ അടുത്തേക്ക് തീ കൊണ്ടുപോകരുത്. കാരണം ഒരു അപലക്ഷണമാണ്. മയ്യത്തിന്റെ പിന്നാലെ തീ കൊണ്ടുപോകുമ്പോൾ അതൊരു ദുർലക്ഷണമാണ്. അപ്പൊ ചില വിഷയങ്ങൾ അങ്ങനെ ലക്ഷണം നോക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാം പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഖുതുബയുടെ ഇടക്ക് ഖതീബ് തലപ്പാവ് ഇങ്ങനെ തിരിക്കുമ്പോൾ നിലവിലുള്ള അവസ്ഥ പടച്ചവനെ നീ ഒന്ന് മാറ്റിത്തരണേ എന്നതിന്റെ സൂചനയായി തലപ്പാവ് ഇമാമ് തിരിക്കണം. അതുപോലെ തന്നെ മഅ്മൂമീങ്ങളൊട്ടാകെ ഖുതുബയുടെ സമയത്ത് അങ്ങനെ തിരിക്കണമെന്നും പ്രത്യേകം ശരീഅത്ത് പഠിപ്പിക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദുആ അധികരിപ്പിക്കുക. ഇത് മഴയെ തേടുമ്പോൾ മാത്രമല്ല, ഇത് മറ്റു വിഷമങ്ങൾ വരുമ്പോഴും ദുആ ചെയ്യേണ്ട ഹദീസിൽ വന്ന ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പിന്നീട് അങ്ങനെ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കലും സുന്നത്താണ് എന്നും പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെയോ അങ്ങനെ ഇനി മഴ പെയ്താൽ ആദ്യത്തെ മഴ എന്ന നിലക്ക് ഔറത്തല്ലാത്ത ഭാഗങ്ങൾ ആ മഴയ്ക്ക് വേണ്ടിയിട്ട് വെളിവാക്കി കൊടുക്കൽ സുന്നത്താണ്. ശരീരത്തിലെ കുപ്പായൊക്കെ അയച്ച് ആ മഴവെള്ളം ശരീരത്തിന്റെ ഭാഗങ്ങളിൽ തട്ടിക്കുക, കുളിക്കുക, അതുപോലെ തന്നെ ഒലിച്ചു വരുന്ന വെള്ളത്തിൽ ഒളു എടുക്കുക. ഇതൊക്കെ പ്രത്യേകം സുന്നത്തായിട്ട് ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മഴയെ തേടുന്ന നിസ്കാരം നിസ്കരിക്കേണ്ടത്. ഹജ്ജാജ് ബിൻ യൂസുഫ് അറിയാലോ, ഇസ്ലാമിക ചരിത്രത്തിൽ കിരാതനായ ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലത്ത് ആവർത്തിച്ച് മഴ തേടി, ഒരു തുള്ളി പോലും മഴ കിട്ടിയില്ല. അവസാനം ആരോ പറഞ്ഞു, ലൗ ദഅ ശഖ്സുൻ ലം യത്റുക് സുന്നത്തൽ അസ്രി വ സുന്നത്തൽ ഊലാ മിനൽ ഇശാഇ ലഹസലൽ മഖ്സൂദ്. അസറിന്റെ സുന്നത്ത് നിസ്കാരം ഉപേക്ഷിക്കാത്ത, ഇശാഇന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഉപേക്ഷിക്കാത്ത ഒരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് മഴ കിട്ടും. ഇല്ലെങ്കിൽ ഉത്തരം കിട്ടൂല. നിങ്ങൾ 40 വട്ടം ദുആ ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും മഴ കിട്ടൂല എന്ന് ആരോ പറഞ്ഞപ്പോ എല്ലാവരും അന്വേഷിച്ചു, ആരാണ് ഇവിടെ അസറിന്റെ സുന്നത്ത് ഉപേക്ഷിക്കാത്തവര്, ഇശാഇന്റെ ആദ്യത്തെ സുന്നത്ത് നിസ്കാരം ഉപേക്ഷിക്കാത്തവര്. അവസാനം പലരെയും പരീക്ഷിച്ചു നോക്കി. ഫലം യജിദു ശഖ്സൻ അല സിഫത്തിൽ മദ്കൂറ, മേൽ പറയുന്ന രൂപത്തിൽ ഒരാളെയും കിട്ടിയില്ല. അവസാനം ഒരാളാണ് അവിടെ ഉണ്ടായത്. അതാരാ?
ഫറജഅൽ ഹജ്ജാജു ഇലാ നഫ്സിഹി, അത് ഹജ്ജാജ് തന്നെയാണ്. ഫവജദഹ അലാ മാ ദുക്കിറ, ഈ പറഞ്ഞ രൂപത്തിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മാത്രമാണ്. സംഗതി അക്രമിയായ ഭരണാധികാരിയാണെങ്കിലും ക്രൂര സ്വഭാവമാണെങ്കിലും ഒരുപാട് ആലിമീങ്ങളെയും ഇമാമീങ്ങളെയും വകവരുത്തിയ ആളാണെങ്കിൽ പോലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ കനിഷ്ഠത ഹജ്ജാജ് ഇബ്നു യൂസുഫിനുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അവസാനം ഹജ്ജാജ് ഇബ്നു യൂസുഫ് അങ്ങ് ദുആ ചെയ്തപ്പോൾ ഫനസല മത്റുൻ അളീം, നല്ല പേമാരി കണക്കെ മഴ തന്നെ പെയ്ത് വഹസലൽ മഖ്സൂദ്, ഇവിടെ ഉദ്ദേശം കിട്ടുകയും ചെയ്ത്. എന്നിട്ട് പറയുന്നു വഹാദാ ബിബറകത്തി റിആയത്തി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറാഅത്ത് ചെയ്തത് കൊണ്ടാണ്. മഅന്നഹു മശ്ഹൂറുൻ ബിൽദുൽമി, സംഗതി അയാൾ അക്രമം കൊണ്ട് അറിയപ്പെട്ട ആളാണെങ്കിലും ക്രൂരനായ ഭരണാധികാരിയാണെങ്കിലും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നരവേട്ടക്ക് സാക്ഷി നിന്ന ആളാണെങ്കിലും എത്രയോ ഇമാമീങ്ങളെയും പണ്ഡിതന്മാരെയും നിഷ്ഠൂരം വധിച്ച ആളാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറാഅത്ത് ചെയ്തത് കൊണ്ട് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഏക വ്യക്തി ദുആ ചെയ്ത് മറ്റാരും ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ദുആ ചെയ്തത് കൊണ്ട് മഴ കിട്ടി എന്ന് തഫ്സീർ റൂഹുൽ ബയാൻ വഇദിസ്തസ്ഖാ മൂസ എന്നുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി, ഹജ്ജാജ് ഇബ്നു യൂസുഫ് സഖഫി ചരിത്രത്തിൽ കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ്. സഖഫിയാണ്, അരിഫില്ല. അദ്ദേഹം ജനിച്ച് നാളുകൾ മുല കുടിക്കുന്നില്ല. പാല് കുടിക്കാതെയായപ്പോൾ ഒരു ജീവിയെ അറുത്തിട്ട് അതിന്റെ ചോര ആദ്യം കുടിപ്പിച്ച് അതിന്റെ ചോര കൊണ്ട് മുഖത്തൊക്കെ പുരട്ടിക്കൊടുത്തിട്ടാണ് അദ്ദേഹം പിന്നെ പാലുകുടി തുടങ്ങിയത് എന്ന്. അപ്പോ ജനിക്കുമ്പോ തന്നെ ഒരു ചോര അഭിഷേകം നടന്നിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഷാബൻ ലബീബൻ ഫസീഹൻ ഹാഫിളൻ ലിൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കിയിട്ട് നല്ല വാചാലനായി പ്രസംഗിക്കുന്ന ബുദ്ധിമാനായിട്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് വളർന്നത്. 1,20,000 ആളുകളെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കൊന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ലമ്മാ ബുശ്ശിറ ബിമൗത്തിൽ ഹജ്ജാജ്, ഹജ്ജാജ് മരിച്ച വിഷയം ഹസൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയപ്പോൾ സജദ ശുക്രൻ ലില്ലാഹ്, അള്ളാഹുവിന് നന്ദിയായി ശുക്ർ ചെയ്ത് ശുക്റിന്റെ സുജൂദ് ചെയ്ത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞ് അല്ലാഹുമ്മ അമത്തഹു ഫഅദ്ഹിബ് അന്നാ സുന്നതഹു, അല്ലാഹുവേ നീ അവനെ മരിപ്പിച്ചു കളഞ്ഞ് നീ അവൻ ഇവിടെ പഠിപ്പിച്ച ആ ചര്യ അതും കൂടി നീ ഇവിടെ നിന്ന് പോക്കണം, ഇല്ലാതെയാക്കണം എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിച്ചപ്പോ ഇബ്രാഹിമുൻ നഖഈ എന്ന് പറയുന്ന മഹാൻ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി എന്ന് ചരിത്രം പറയുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് ആ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ദുആ ചെയ്തപ്പോഴും മഴ കിട്ടി. കാരണം അദ്ദേഹം നബിയുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിച്ച ഒരാളാണ്. സംഗതി അയാൾ ളാലിമാണെങ്കിലും മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അനസ് തങ്ങൾ ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ ഭരണത്തെ എതിർത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായ ആ സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹു ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി മോശമായ കമന്റ് പറയുന്നുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അനസ് തങ്ങനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ നിനക്കെന്നെ കൊല്ലാൻ കഴിയൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ദിക്ർ ചൊല്ലിയിട്ടാണ് ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് മഹാനായ അനസ് ബിൻ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. നമ്മൾ പറഞ്ഞു വന്നത് ഇസ്തിസ്ഖാഇന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നടത്തുമ്പോൾ പ്രത്യേകമായി നല്ല വ്യക്തികളെ മുമ്പിൽ നിർത്തണമെന്നും അഹ്ലു ബൈത്തിനെ കൊണ്ടുവരണമെന്നൊക്കെ ശരീഅത്ത് പ്രത്യേകം പറഞ്ഞതാണ്. അതുപോലെ തന്നെ ആവർത്തിച്ച് ഒരു പക്ഷേ മഴയെ തേടേണ്ടി വരും. വയസ്തശ്ഫിഉ ബികുല്ലി
കുല്ലുൻ ബിഖാലിസി അമലിഹി വബിഅഹ്ലി സ്വലാഹ് സിയമാ അഖാരിബുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കുടുംബക്കാര് സ്വാലിഹീങ്ങൾ അവരവർ ചെയ്ത സ്വാലിഹായ അമലുകൾ ഇതൊക്കെ വെച്ച് റബ്ബിനോട് പറയണം, പടച്ചോനെ ഞങ്ങൾക്ക് മഴ തരണേ. അങ്ങനെ പറയുമ്പോഴേ അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഉത്തരം കിട്ടുകയുള്ളൂ എന്നും ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ, അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅ, അല്ലാഹുവേ പേമാരി പോലെ കുത്തി പെയ്യട്ടെ, വസയ്യിബൻ നാഫിഅൻ, ഉപകാരപ്രദമായിട്ട് പെയ്യട്ടെ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യല് പ്രത്യേകം സുന്നത്താണ്. മഴ പെരുത്ത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, പടച്ചോനെ ഞങ്ങളുടെ മേലിൽ മഴ വേണ്ട, മറിച്ച് ഞങ്ങളുടെ പരിസരത്തേക്ക് നീ മഴ പെയ്യിപ്പിക്കണേ, കുന്നുകളിലേക്ക് മഴ പെയ്യിപ്പിക്കണേ എന്ന് പറയണം. മഴ നിർത്താൻ വേണ്ടി പറഞ്ഞാൽ പറ്റൂലല്ലോ, കാരണം അത് അല്ലാഹു അങ്ങ് സ്വീകരിച്ചാൽ പിന്നെ എന്ത് ചെയ്യൂല, പിന്നെ മഴ പെയ്യൂല. അപ്പൊ അതുകൊണ്ട് തന്നെ മഴ നിർത്താനല്ല പറയേണ്ടത്, അല്ലാഹുവേ ഞങ്ങൾക്ക് കേടായിട്ട് നീ പെയ്യിപ്പിക്കല്ലേ, കുന്നുകളുടെ മുകളിലേക്കും മലകളിലേക്കും കാടുകളിലേക്കും അല്ലാഹുവേ നീ മഴ പെയ്യിപ്പിക്കണേ എന്ന് പ്രത്യേകം പറയൽ സുന്നത്താണ്. അതുപോലെ തന്നെ വയുക്റഉ സബ്ബുർരീഹ്, കാറ്റിനെ ചീത്ത പറയൽ കറാഹത്താണ്. ഇതെന്തൊരു കാറ്റായത്, വല്ലാത്തൊരു കാറ്റ് എന്നൊക്കെ പലരും പറയലുണ്ട്. അങ്ങനെ കാറ്റിനെ ചീത്ത പറയരുത്, കാറ്റ് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെ അഥവാ കാറ്റ് മോശമായി വരികയാണെങ്കിൽ കാറ്റിന്റെ ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടുക എന്നല്ലാതെ കാറ്റിനെ ചീത്ത പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഇടിയും മിന്നും ഒക്കെ വരുമ്പോൾ അള്ളാഹുവിനോട് തസ്ബീഹ് ചെല്ല, സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫത്തിഹി എന്നിങ്ങനെ തസ്ബീഹ് ചെല്ലലും സുന്നത്താണ്. മിന്നെറിയുമ്പോൾ അങ്ങോട്ട് നോക്കരുത് എന്നുള്ളതും ശരീഅത്ത് പ്രത്യേകമായി പഠിപ്പിക്കുന്നു. അത് കണ്ണിന് കാഴ്ചക്കുറവുണ്ടാക്കും എന്നും അഇമ്മത്ത് രേഖപ്പെടുത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മഴയെ തേടുന്നതിന്റെ മൂന്നാമത്തെ രൂപമാണ് ഈ പറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരം. ഒന്നാമത്തെയും രണ്ടാമത്തെയും രൂപങ്ങൾ നമുക്ക് ആർക്കും എപ്പോഴും എങ്ങനെയും ചെയ്യാവുന്നതാണ്. അഥവാ ആദ്യത്തേത് കേവലം ദുആ, രണ്ടാമത്തേത് ഖുതുബയിലും അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷം സമൂഹമായിട്ടൊക്കെ ദുആ ചെയ്യുക. ഇതാണ് മഴയെ തേടുന്നതിന്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ. ഈ രൂപത്തിലാണ് മഴയെ തേടേണ്ട നിസ്കാരം നടത്തേണ്ടത് എന്ന് പ്രത്യേകമായി നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി കൂടുതലായിട്ട് അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഗൾഫിലുള്ള ആൾക്കാർക്ക് ചിലപ്പം അവിടെ ക്ഷാമുണ്ടോ എന്നുള്ളത് അറിയൂല. ഏതായാലും മഴയെ തേടുന്ന നിസ്കാരം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മഴ തേടാം എന്നാണ്. വെള്ളത്തിന്റെ ആവശ്യത്തിന് വേണ്ടി, അതുപോലെ വെള്ളം കൂടാൻ വേണ്ടി, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും മഴ തേടാം. നമുക്ക് ക്ഷാമൊന്നുമില്ല, ക്ഷാമമുള്ളവര് മറ്റു ചില ആളുകളാണ്, അവർക്ക് വേണ്ടിയിട്ട് മഴ തേടാം. പക്ഷേ മാലം യക്കുൻദാ ബിദ്അത്തിൻ ഔ ളലാല, ആ തേടപ്പെടുന്നത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ തേടുന്നത് അവര് ബിദ്അത്തിന്റെ ആളുകളാവാൻ പാടില്ല, ളലാലത്തിന്റെ ആളുകളാവാൻ പാടില്ല എന്ന് മാത്രം. ഇപ്പൊ ഉദാഹരണം പറയാ, മുജാഹിദുകൾ മാത്രമുള്ള ഒരു ഏരിയയാണ്, പുളിക്കൽ പോലുള്ള ഒരു ഏരിയയാണെന്ന് കൂട്ടിക്കോളി. അങ്ങനെയാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മഴ തേടിക്കൂടാ. അപ്പൊ നിലവിൽ നമുക്ക് ക്ഷാമമില്ലെങ്കിലും ക്ഷാമമുള്ള മറ്റൊരു വിഭാഗത്തിന് വേണ്ടിയിട്ടും തേടാം എന്ന് തന്നെ ഹൈദരലി തങ്ങള് ഇന്ന് രാവിലെ തന്നെ പത്രത്തിൽ കണ്ട് എല്ലാവരും മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ നടത്തണം, നിസ്കാരം നടത്തണം എന്നൊക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യണം. അത് നേതാക്കന്മാര് പറയുമ്പോൾ 2 കൂലിയാണ്. ഒന്ന് മഴയെ തേടുക എന്നുള്ളതും മറ്റൊന്ന് അവരെ അനുസരിക്കുക എന്നുള്ളതും കൂടിയാകുമ്പോ അത് വലിയ പുണ്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മഴയെ തേടുന്ന നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞില്ലേ? പെരുന്നാൾ നിസ്കാരം പോലെ 2 റക്അത്ത്, ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്നാമത്തെ റക്അത്തിൽ 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുക. അതുപോലെ തന്നെ രണ്ടാമത്തെ റക്അത്തിൽ 5 പ്രാവശ്യവും തക്ബീർ ചൊല്ലുക. അതൊക്കെ പെരുന്നാളിന്റെ അവിടെ പറഞ്ഞ അതുപോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല.
ആ പെരുന്നാൾക്ക് പറഞ്ഞത് അതങ്ങനെ നിസ്കരിക്കുക. അതിന്റെ ശേഷം 2 ഖുതുബ. ഇതാണ് നിസ്കാരത്തിന്റെ രൂപം. മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പെരുന്നാൾസ്കാരം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ ജാഫർ സാഹിബ് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദുകൾ പെരുന്നാൾ നമസ്കാരം പോലെയാണ് നിസ്കരിക്കേണ്ടതെന്നും അതുപോലെ തന്നെ 2 ഖുതുബ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇനി ആർക്കെങ്കിലും ഈ വിഷയത്തിലൊക്കെ വല്ല സംശയമുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഉസ്താദ് അവരെ കുറച്ച് സമയം കൂടെ അവിടെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ അവസരത്തിൽ നല്ലൊരു നസീഹത്തായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഏതായാലും ജാഫർ സാഹിബ് വരട്ടെ. ഒക്കെ അസ്സലാമു കേൾക്കുന്നുണ്ടോ? ഞാൻ നെറ്റ് കുറച്ച് വീക്ക് ആയതുകൊണ്ടാണ് ഞാന് ഉസ്താദെ, അതേമാതിരി ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾ ഒറ്റക്ക് പറ്റുള്ളൂ, ജമാഅത്തായിട്ടല്ലേ ഇപ്പൊ മായത്തായിട്ടുള്ള നിസ്കാരം പറ്റുള്ളൂ. ഇവിടെ ഒരു ടെസ്റ്റ് വന്നിട്ടുണ്ട് ഒറ്റക്ക് നിസ്കരിക്കാമോ എന്ന്. അതേപോലെ ഇപ്പൊ നാട്ടു ഉസ്താദ് പറഞ്ഞു ഖബറിന്റെ അടുത്തേക്ക് തീ കൊണ്ടുപോയിരുന്നു. അപ്പൊ ഈ സിഗരറ്റ് വീഡിയോ വലിച്ചു കാരണം പോകാൻ പറ്റുമല്ലോ അതില്? അത് ഈ വിഷയ സംബന്ധിയുമായിട്ടല്ല, ഉസ്താദിന്റെ ഇതിൽ വന്നപ്പോ ഒരു സംശയം വന്നപ്പോഴാണ്. ഇപ്പൊ കുറെ ആളുകൾ സിഗരറ്റ് എല്ലാം വലിച്ചു പോകാറുണ്ട്. അപ്പൊ അതും ഇതിൽ പെടൂലേ? തീ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ മയ്യത്തിന്റെ കൂടെയൊക്കെ. അപ്പൊ അത് ഒറ്റക്ക് നമസ്കരിക്കാമോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഉസ്താദ് കേട്ടിട്ട് തോന്നുന്നുണ്ട്. അതേമാതിരി പ്രത്യേക സൂറത്തുകൾ സുന്നത്തിലുണ്ടോ എന്ന് പറയാൻ വേറെ ടെസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഉസ്താദ് അത് വിശദീകരിക്കുമെന്ന് വിചാരിക്കുന്നു. ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദ് കേൾക്കുന്നില്ലേ? ഒറ്റക്ക് നമസ്കരിക്കാമോ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഏതാ ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മഴയത്തേടുന്ന നിസ്കാരം ഒറ്റക്കും നിസ്കരിക്കാം, ജമാഅത്തായിട്ടും നിസ്കരിക്കാം. ജമാഅത്തായി നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളല്. പെരുന്നാളിന്റെ അവിടെ പറഞ്ഞ ഒട്ടുമിക്ക നിയമങ്ങളും ഇവിടെയുമുണ്ട്. പിന്നെ ചില വ്യത്യാസങ്ങൾ എന്താന്ന് വെച്ചാൽ, പെരുന്നാൾ നിസ്കാരത്തിന് ഒരു പ്രത്യേക ടൈമുണ്ട്. മഴയത്തേടുന്ന നിസ്കാരം ഏത് ടൈമിലും നിസ്കരിക്കാം, രാത്രി വരെ നിസ്കരിക്കാം, കറാഹത്തിന്റെ വക്തിൽ വരെ നിസ്കരിക്കാം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എങ്കിലും ഏറ്റവും പൂർണ്ണമായ രൂപം അത് പെരുന്നാളിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നതാണ്. പിന്നെ ഇവിടെയുള്ളത് മഴയത്തേടുന്ന നിസ്കാരത്തിന്റെ മുമ്പ് നോമ്പ് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. അത് പെരുന്നാക്കില്ല. ഇത്തരം വിഷയങ്ങളിലെ പെരുന്നാളും ഇതുമായി വ്യത്യാസപ്പെടുന്നുള്ളൂ. പിന്നെ സൂറത്തുകള്, തെക്ബീറുകള് അതൊക്കെ പെരുന്നാളിന്റെ അവിടെ പറഞ്ഞ അതേ നിയമം ഇവിടേക്കും ബാധകമാണ്. പിന്നെ മയ്യത്തിന്റെ അടുത്തേക്ക് തീ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ തീ കൊണ്ടുപോകാം എന്ന് മസലയുണ്ട്. അതല്ലാതെ വേറെ വിഷയമൊന്നും അതിലില്ല. അത് പറഞ്ഞില്ലേ, അതൊരു അപലക്ഷണമാണ് എന്നതുകൊണ്ടാണ് അത് പറഞ്ഞത്. വ്യക്തമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കേൾക്കുന്നില്ല? ലത്തീഫ് പറഞ്ഞത് കേട്ടിട്ടില്ല. ഉസ്താദ് എന്താ കേട്ടിട്ടില്ല? അത് നിങ്ങൾ ഒരിക്കൽ കൂടി മൈക്കിൽ വന്ന് വരാമെന്നാണ്. ലത്തീഫ്, EP ലത്തീഫ് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. ഏതായാലും ബഹുമാനപ്പെട്ട അസീസ് യമാനി ഉസ്താദുകൾ പറയും പോലെ, ലത്തീഫ് നിങ്ങൾ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല കേട്ടാ. നിങ്ങൾക്ക് ചോദ്യം, നിങ്ങൾ മൈക്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ജാഫർ വണ്ണിക്ക അല്ലെങ്കിൽ ഉസ്താദ് എന്നെ നേരിട്ട് ചെയ്യാൻ ചെയ്യാവുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട അസീസ് യമാനി ഉസ്താദ് ആവശ്യപ്പെട്ടതുപോലെ ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ മയക്ക് വേണ്ടി ഒരു ദുആ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്തരം ദുരിതങ്ങളൊക്കെ നമ്മിൽ നിന്നും അകറ്റി തരുമാറാകട്ടെ. കാരണം നമ്മൾ പല സ്ഥലത്തും ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് പിന്നെ കുത്തുബോധം ഉണ്ടായാൽ
അന്നേരം കുത്തുബ ഓതേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. മുഹമ്മദ് ഒറ്റക്ക് നിസ്കരിക്കുന്നവരവും പിന്നെ കുത്തുബ വേണ്ട, അതാണ് അതിന്റെ ഒരു രൂപം. അപ്പൊ അത് ഏതൊരു സംഗതിക്കും നമുക്ക് അങ്ങനെയാണ്. നമ്മളൊരു കൂട്ടത്തോടെ ഉണ്ടാകുമ്പല്ലേ. ഉസ്താദ് എന്തെങ്കിലും മൈക്കിലേക്ക് വൈ കേമസ് ഉസ്താദ് കേൾക്കുന്നുണ്ടാ? സാജി ഉസ്താദ് കേൾക്കുന്നുണ്ടാ? സാജി ഉസ്താദ് ചോദ്യം അതാണ്. ഉസ്താദോടെ നിങ്ങൾ വന്ന സ്ഥിതിക്ക് പിന്നെ ഒരു ദ്വായ നമ്മളെ ബഹുമാനപ്പെട്ട അസീസമായ ഉസ്താദ് പറയുന്നത് ദ്വാർക്കുക. നാട്ടിൽ മയക്ക് ഭയങ്കര ക്ഷാമാന്നല്ല. പ്രധാനം ഉസ്താദ് ദ്വാർക്കുകയും ചെയ്യും. ഞാളെല്ലാം രാമയും പറയട്ടെ. അസ്സലാമു അലൈക്കും. ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്ക് ഖുതുബ സുന്നത്തില്ല. അത് പെരുന്നാളിന്റെ അവിടെ അങ്ങനെ തന്നെയാണ്, ഇവിടെയും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. പിന്നെ ദ്വാരക്കാന് ഇൻഷാ അല്ലാഹ് ഇതിൽ നല്ല അഹ്ലു ബൈത്തൊക്കെ ഉണ്ടാവുമല്ലോ, തങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ. അവര് ദ്വാരുന്നാല് ഞാനും ഇവിടെ ഇരുന്ന് ആമീൻ പറയാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല അഹ്ലായ ആളുകൾ ഉണ്ടാകും. അല്ലാഹു തആല നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല ആവശ്യത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ അല്ലാഹു മഴയും റിസ്ക്കും അല്ലാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അസീസിമായ ഉസ്താദ് കേട്ടിട്ടുണ്ടാവല്ലോ. ഇപ്പോ മൊത്തത്തിൽ കേരളത്തിൽ നല്ല ചൂടാണ്. വെള്ളത്തിന് പല സ്ഥലത്തും ക്ഷാമമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ മഴ പെയ്ത് ആ വെള്ളത്തിന്റെ ക്ഷാമമൊക്കെ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. മറ്റിപ്പോ ഇനി ചോദ്യക്കാരുണ്ടെങ്കിൽ അതൊക്കെ ഓക്കെ വരുന്നില്ല. ചോദ്യക്കാരില്ല. ആരെങ്കിലും ചോദ്യക്കാരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരിക. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമീർ സാഹിബ് നമുക്കെല്ലാം സലാം പറയുന്നുണ്ട്. ആരെങ്കിലും ചോദ്യക്കാരോ അല്ലെങ്കിൽ മറ്റു സംശയങ്ങളുള്ളവരോ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം കൂടി ബഹുമാനപ്പെട്ടവർ ഉസ്താദ് അവറുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തോടെയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. SKSR-ന്റെ പേരിൽ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഒഴിവ് സമയങ്ങളൊക്കെ സംഘടിപ്പിച്ച ഉസ്താദ് അവറുകൾ ഞങ്ങളെ ക്ലാസ് റൂമായി സഹകരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ അധികം സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സയ്യിദ് ഉസ്താദ് കേൾക്കുന്നില്ലേ? ഉസ്താദ് ഒരു അപേക്ഷയുണ്ട്. ഉസ്താദിനോട് ഏത് വിഷയത്തെ കുറിച്ചും സംശയം ചോദിക്കാം. അപ്പൊ പിന്നെ ഉസ്താദിനെ നേരത്തെ ചോദിച്ചു ഫാസിഖിനെയാണ്. അപ്പൊ അതായത് വേറെ സംശയത്തിനെ കുറിച്ച് വരാനത് റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ ആള് എന്തായാലും അയാളെ തൗബ സ്വീകരിക്കില്ല, അയാൾ ഫാസിഖാണെന്നില്ല ആണല്ലോ. അപ്പൊ അങ്ങനെ ഒരു വിഷയം വരുന്നല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്ന ഒരാളെ കുറിച്ചുള്ള വിധി ഫാസിഖ് എന്നാണ്. അയാളെ സ്വന്തം മകളുടെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ വരെ പറ്റില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ അത് അദ്ദേഹത്തിന് കാലാകാലം ഫാസിഖാണോ? അങ്ങനെ റസൂലുള്ളാഹിന്റെ പേര് കളവ് പറയുന്നവരുണ്ടല്ലോ, അതായത് ഇല്ലാത്ത ഹദീസുകൾക്ക് എത്തിച്ചമച്ച് പറയുക, അതൊക്കെ ഇപ്പൊ റസൂലുള്ളാഹിന്റെ പേര് കളവ് പറയുന്നവരുമല്ലോ. അങ്ങനെ ഒരുപാട് ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് വിഷയം വരുന്നുണ്ട്. അങ്ങനെ വ്യക്തികളെ കുറിച്ചല്ല, അങ്ങനെ കളവ് പറയുന്ന ആളുകളുടെ വിധി എന്താണെന്നാണ് എന്റെ ചോദ്യം. അത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ചോദ്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഏതായാലും വരാം. അപ്പൊ ഉസ്താദ് ഒന്ന് വരട്ടോ. റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ ഒരാളുടെ വിധി. അപ്പൊ ഞാൻ നാളിപ്പോ ഒരു ഇതിലിങ്ങനെ കേട്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞവർക്ക് അവരെ സാക്ഷിക്ക് പറ്റൂല എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത് വലിയ ഉപകാരമായിരുന്നു. ഉസ്താദ് മൈക്കിലേക്ക്. പിന്നെ ഈ വിഷയം എന്നല്ല കേട്ടോ, ഏത് വിഷയത്തെ കുറിച്ച് ഉസ്താദിനോട് ചോദിക്കാം. ഉസ്താദ് കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു, റെസ്പോണ്ട് ഇല്ലല്ലോ. സാദി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് ഇപ്പൊ നാട്ടിൽ നിന്നുള്ള നെറ്റല്ല, അപ്പോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഉസ്താദ് DC ആവുകയും ചെയ്തു. ഏതായാലും നല്ല ഒരു അനുഭവമായിട്ടുണ്ട്. കാലികമായ ഒരു അറിവ്
അറിവിൽ ഉത്തമമായ അറിവ് ഇൽമുൽ ഹാൽ എന്നറിയപ്പെടുന്ന അറിവാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അറിവാണ് നമുക്ക് ബഹുമാനപ്പെട്ടവർ നൽകിയിട്ടുള്ളത്. മാഷാ അല്ലാഹ്. കേമോൻ ഉസ്താദ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേമോൻ ഉസ്താദിനെ കാണാത്തതിപ്പോ ഒരുപാട് നാളായി. ഏതായാലും അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണാൻ അവസരം ഉണ്ടായല്ലോ, അൽഹംദുലില്ലാ. ഏതായാലും സഹോദരങ്ങളെ, ഇനിയും ഈ വിഷയത്തിൽ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരികയും അവരുടെ സംശയങ്ങളൊക്കെ തീർക്കുകയും ചെയ്യുക. ജാഫർ ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് മറ്റേ ഉസ്താദ് കേട്ടിട്ടില്ല കേട്ടാ. സയ്യിദ് ഉസ്താദ് കേട്ടിട്ടില്ല. ഏതായാലും നിങ്ങൾ മൈക്കിൽ വന്നോളി. അല്ല, ഒക്കൊന്നും അറിയാണ്ട് മണ്ണാർക്കാട് നമ്മള് കൊറേ ഏപ്പിക്കാരെ കൊന്നു എന്നൊക്കെ പറയണ്ടല്ലോ, എന്താണ് ശരിക്കും സംഭവം അറിയോ? ഞാൻ കേട്ടിട്ടില്ല നമ്മൾക്ക് ഒന്നൊന്ന് പറഞ്ഞതൊന്നും. അപ്പൊ അത് ഏതായാലും നിങ്ങൾ വൈകിട്ട് വരാം. സുന്നീസൊക്കെ ഉണ്ടാവും ആ ചർച്ച പറയുന്നതിനൊക്കെ ഉണ്ടായിരുന്നു. സുന്നീസം എന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കാണ്. ഉസ്താദ് താഴെ ഉണ്ടല്ലോ. ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഏത് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? ഉസ്താദ് ഞാൻ പറഞ്ഞതല്ല, അവര് റസൂലുള്ളാഹിന്റെ പേരിൽ കളവ് പറയുന്ന വ്യക്തിയുടെ വിധി. അപ്പോ അതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ. അപ്പൊ പിന്നെ ഈ മറ്റേ ഇപ്പൊ നേരത്തെ ചോദിച്ച ആളൊന്നും ചോദിച്ചല്ലോ മണ്ണാർക്കാട് വിഷയമൊക്കെ. അപ്പൊ ആദർശ ചർച്ച രാത്രി ഉണ്ടാവും. അപ്പൊ അതിൽ വരാൻ ഇപ്പൊ ഉസ്താദിന് അറിയുന്നുണ്ട്, ഉസ്താദ് മറുപടി പറയും. ആദർശ ചർച്ച നമുക്ക് രാത്രി വരാൻ സാധിക്കൂല, അതുകൊണ്ടാണ് ഇപ്പൊ ചോദിച്ചത്. ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ പറയാം. അതേമാതിരി ഒരുപാട് അതാണ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ കളവ് പറയാ എന്നൊരു വിഷയം പറഞ്ഞപ്പോ തഫ്സീർ റൂഹുൽ ബയാനിൽ ഒരു വിഷയം ഞാൻ വായിച്ചിരുന്നു. അഥവാ ബൈലാവി, അബു സഊദ് പോലെയുള്ള വലിയ വലിയ മുഫസ്സിരീങ്ങൾ സൂറത്തുകളുടെ ഫളായിലുകളെ പറ്റിയിട്ട് ഇങ്ങനെ പറയും. ഓരോ സൂറത്തുകളുടെ ഫളായിലുകളെ പറ്റിയിട്ടും ആയത്തുകളുടെ ഫളായിലുകളെ പറ്റിയിട്ടൊക്കെ പറയും. അപ്പോ ഇത് പറഞ്ഞപ്പോ ചില ഹദീസുകൾ തീർത്തും മൗലു ആണ്. മൗലു ആണ് എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ ഇല്ലാത്തത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന സൂറത്തോതിയാൽ ഇന്ന കൂലി കിട്ടും, ഇന്ന ആയത്തോതിയാൽ ഇന്ന പ്രതിഫലമുണ്ടാകും എന്ന് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, സാഹിദീങ്ങളിൽപ്പെട്ട ഒരു ആള് മനഃപൂർവം കളവ് ഹദീസുകൾ ഉണ്ടാക്കുന്നു. ഖുർആനിന്റെ ഫളിലും സൂറത്തിന്റെ ഫളിലും ഒക്കെ പറഞ്ഞിട്ട് കളവ് ഉണ്ടാക്കുന്നു. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, ലിമ ഫഅൽത ഹാദാ, എന്തിനാ നിങ്ങൾ ഇപ്പൊ പരിപാടി ചെയ്യുന്നത്? ഇന്ന സൂറത്തോതിയാൽ ഇന്ന കൂലിട്ടും എന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ മൂപ്പര് പറയാണ്, റഅയ്തു നാസ സഹിദു ഫിൽ ഖുർആനി ഫഅഹബബ്തു അൻ ഉറഇബഉം ഫീഹി. ആളുകളൊക്കെ ഖുർആനുമായി ബന്ധമില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോ അവരെ ഖുർആനുമായി അടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ച്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഓരോരോ ആയത്തുകളും ഹദീസുകളൊക്കെ ഓതിയിട്ട്
ഇന്നത് ഓതിയാൽ ഇന്ന കൂലി ഉണ്ടാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അടിച്ചു വിടുന്നത് ഇതിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പരോട് ചോദിച്ച്, അല്ല നിങ്ങൾ എന്താ ഈ പറയുന്നത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വഅ മഖഅദഹു മിനന്നാർ. എന്റെ മേൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് ഉറപ്പിക്കട്ടെ എന്നുള്ളത് സഹിഹായ ഹദീസല്ലേ, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അപ്പൊ മൂപ്പര് പറയാണ്, മൻ കദബ അലയ്യ, എനിക്കെതിരെ കളവ് പറഞ്ഞാൽ എന്നല്ലേ, മാ കദബുത്തു അലൈഹി ഇന്നമാ കദബുത്തു ലഹു. ഞാൻ നബിക്കെതിരെ അല്ല കളവ് പറയുന്നത്, നബിക്ക് അനുകൂലമായിട്ട് കളവ് പറയാണ്. നബി കൊണ്ടുവന്ന ഖുർആൻ എല്ലാവരും നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. അത് പറഞ്ഞിട്ട് ഇമാമിങ്ങള് ശക്തമായിട്ട് അയാൾ പറയുന്നു, പരിശുദ്ധമായ ശരീഅത്ത് പൊളിക്കുന്ന വാദമാണ് ഈ റസൂലുള്ളാന്റെ മേലിൽ കളവ് പറയാ എന്ന് പറഞ്ഞ് അത് കടുത്ത വന്തോഷമാണ്. അഹ്കാമുകളും ശരീഅത്തുകളും ദീനിന്റെ നിയമങ്ങളും പൊളിക്കുന്നതിലേക്ക് അത് കൂട്ടും എന്നൊക്കെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത് വന്തോഷമാണ് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് ഒരിക്കൽ പറയാം. അസ്സലാമു അലൈക്കും.